السلام عليكم ورحمة الله وبركاته. الحمد لله حمدا كثيرا طيبا مباركا فيه كما يحب ربنا ويرضى. اللهم صل على محمد وعلى آل محمد. സ്നേഹാദരണീയരായ സഹോദരങ്ങളെ, വാക്കുകൾ ശ്രവിച്ചുകൊണ്ടിരിക്കുന്ന സുഹൃത്തുക്കളെ, ഒരിക്കൽ ഒരു ജൂതനായ മനുഷ്യൻ മഹാനായ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹുവിനോട് പറയുകയുണ്ടായി, ആയത്തുൻ ഫീ കിതാബിക്കും തഖറഊനഹ, നിങ്ങളുടെ ഗ്രന്ഥത്തിൽ നിങ്ങൾ ഓതിക്കൊണ്ടിരിക്കുന്ന ഒരായത്തുണ്ടല്ലോ, ലൗ അലൈന മഅ്ശറൽ യഹൂദി നസലത്ത്, ജൂതന്മാരായ ഞങ്ങൾക്കായിരുന്നു ആ ആയത്ത് അവതരിച്ചിട്ടുണ്ടായിരുന്നതെങ്കിൽ ലത്തഖദിന ദാലിക്കൽ യൗമ ഈദ, അത് അവതരിച്ച ദിവസത്തിൽ ഞങ്ങൾ ആഘോഷം സംഘടിപ്പിക്കുമായിരുന്നു. അതല്ലെങ്കിൽ ആ വചനം അവതരിച്ച ദിവസത്തെ ഞങ്ങളൊരാഘോഷ ദിവസമാക്കി നിശ്ചയിക്കുമായിരുന്നു. മഹാനായ ഉമർ റളിയല്ലാഹു അൻഹു ആ ജൂതനോട് ചോദിച്ചു, അയ്യു ആയത്തിൻ, ഏത് ആയത്താണ് താങ്കൾ പറയുന്നത്? അപ്പോൾ അദ്ദേഹം വിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ മാഇദയിലെ 3-ാമത്തെ വചനം ഓതിക്കൊടുത്തു. അൽയൗമ അക്മൽതു ലക്കും ദീനക്കും വ അത്മംതു അലൈക്കും നിഅമതി വ റദീതു ലക്കുമുൽ ഇസ്ലാമ ദീന. അതെ, ഇന്നത്തെ ദിവസം ഞാൻ നിങ്ങളുടെ മതം നിങ്ങൾക്ക് പൂർത്തീകരിക്കുകയും എൻ്റെ അനുഗ്രഹത്തെ നിങ്ങളുടെ മേൽ ഞാൻ സമ്പൂർണ്ണമാക്കി തരികയും ഇസ്ലാമിനെ നിങ്ങൾക്ക് മതമായി ഞാൻ തൃപ്തിപ്പെട്ട് നൽകുകയും ചെയ്തിരിക്കുന്നു എന്ന വചനമാണ് ജൂതൻ ഉദ്ദേശിച്ചത്. അതാണ് ആ ജൂതൻ പറഞ്ഞത്. അത് കേട്ടപ്പോൾ മഹാനായ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഖദ് അറഫ്നാ ദാലിക്കൽ യൗം, ആ ദിവസം ഞങ്ങൾക്കറിയാം. വൽ മക്കാനല്ലദീ നസലത്ത് ഫീഹി അലൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, ആ വചനം അള്ളാഹുവിൻ്റെ പ്രവാചകന് എവിടെ വെച്ചാണ് അവതരിച്ചത്, ആ അവതരിച്ച സ്ഥലവും ഞങ്ങൾക്കറിയാം. അതേതായിരുന്നു? വഹുവ ഖായിമുൻ ബി അറഫ യൗമ ജുമഅത്തിൻ, വെള്ളിയാഴ്ച ദിവസം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വിടവാങ്ങൽ ഹജ്ജ്, ആ സന്ദർഭത്തിൽ അറഫയിൽ വെച്ചാണ് ആ വചനം അവതരിച്ചിരിക്കുന്നത് എന്ന് മഹാനായ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു പറയുകയുണ്ടായി. സഹോദരങ്ങളെ, ചിന്തിച്ചു നോക്കൂ, ഈ ഉമ്മത്തിന് അല്ലാഹു സുബ്ഹാനഹു വ തആല ചെയ്തു കൊടുത്ത ഏറ്റവും വലിയ അനുഗ്രഹമാണ് അവൻ്റെ ദീനാകുന്ന ഇസ്ലാമിനെ അതിൻ്റെ എല്ലാ വിധിവിലക്കുകളും കൃത്യമായി പഠിപ്പിച്ച് അത് പൂർത്തീകരിച്ച് അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങൾ സമ്പൂർണ്ണമാക്കി കൊടുത്തു എന്നത് നമുക്ക് ലഭിച്ച ഏറ്റവും വലിയ അനുഗ്രഹമാണ്. ആ അനുഗ്രഹം ഓരോ ദിവസത്തിലും രാവിലെയും വൈകുന്നേരങ്ങളിലും നമ്മൾ ഏറ്റുപറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. നമ്മളൊക്കെ എല്ലാ രാവിലെയും വൈകുന്നേരവും ചൊല്ലിക്കൊണ്ടിരിക്കുന്നൊരു പ്രാർത്ഥനയുണ്ടല്ലോ, നിങ്ങൾക്ക് ഓർമ്മ കാണും. റളീതു ബില്ലാഹി റബ്ബൻ വബിൽ ഇസ്ലാമി ദീനൻ വബി മുഹമ്മദിൻ നബിയ എന്നാണ് നമ്മൾ ചൊല്ലുന്നത്. ഞാൻ റബ്ബായി അള്ളാഹുവിനെ തൃപ്തിപ്പെട്ടിരിക്കുന്നു, മതമായി ഇസ്ലാമിനെ തൃപ്തിപ്പെട്ടിരിക്കുന്നു, പ്രവാചകനായി മുഹമ്മദ് നബിയെ ഞാൻ തൃപ്തിപ്പെട്ടിരിക്കുന്നുവെന്ന് എല്ലാ പ്രഭാതങ്ങളിലും പ്രദോഷങ്ങളിലും നമ്മൾ ഉരുവിട്ടുകൊണ്ടിരിക്കുന്ന പ്രാർത്ഥന. അപ്പം ഞാൻ പറഞ്ഞു വരുന്നത്, അള്ളാഹുവിൻ്റെ ഈ അനുഗ്രഹസമ്പൂർണമായ മതം അത് പൂർത്തീകരിക്കപ്പെട്ടത് അറഫ ദിനത്തിലായിരുന്നു. നമ്മൾ മനസ്സിലാക്കണം, യൗമ അറഫ. നമുക്കറിയാം, ലോകത്ത് മുസ്ലിമീങ്ങളുടെ പ്രതിനിധികളായ ഹാജിമാർ അറഫയിൽ സമ്മേളിച്ചിരിക്കുകയാണ്. അതുമായി ബന്ധപ്പെട്ട സ്മരണകളാണ് നമ്മുടെ മനസ്സുകളിലേക്ക് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത്. ഈ സന്ദർഭത്തിൽ നമ്മൾ ഓർക്കുകയും പഠിക്കുകയും ചെയ്യേണ്ട വളരെ പ്രധാനപ്പെട്ട ചില ചരിത്രവും അതുമായി ബന്ധപ്പെട്ട് നാം ഉൾക്കൊള്ളേണ്ട ചില പാഠങ്ങളുമാണ് ഈ സന്ദർഭത്തിൽ നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരാൻ ഞാൻ ആഗ്രഹിക്കുന്നത്. നോക്കൂ നിങ്ങൾ, അറഫ ദിനത്തിലാണ് അള്ളാഹുവിൻ്റെ ഈ ദീൻ പൂർത്തീകരിക്കപ്പെട്ടത്. നമുക്കറിയാം, അറഫ എന്ന സ്ഥലം, ആ സ്ഥലത്തിന് ഇസ്ലാമിൽ പ്രാധാന്യമുണ്ട്. അതുപോലെ തന്നെ ആ ദിവസത്തിനും യൗമു അറഫ ഏറ്റവും മഹത്വപൂർണമായ ദിനമാണ്. ആ ദിനത്തിനും ഇസ്ലാമിൽ പ്രാധാന്യമുണ്ട്. അറഫ എന്ന് പറയുന്ന ആ സ്ഥലത്തെക്കുറിച്ച് അള്ളാഹുവിൻ്റെ ഗ്രന്ഥമായ വിശുദ്ധ ഖുർആനിൽ അള്ളാഹു പരാമർശിച്ചിട്ടുണ്ട്. ആ സ്ഥലത്തെ സംബന്ധിച്ചുള്ള പരാമർശം നിങ്ങൾ വായിച്ചാൽ മനസ്സിലാകും. ഖുർആനിലെ 2-ാം അധ്യായം സൂറത്തുൽ ബഖറ 198-ാമത്തെ വചനം ഹജ്ജുമായി ബന്ധപ്പെട്ട കർമ്മങ്ങളെക്കുറിച്ച് പറയുന്നതിനിടയിൽ അള്ളാഹു ഇങ്ങനെയാണ് പറയുന്നത്, ഫഇദ അഫലത്തും മിൻ അറഫാത്തിൻ, അറഫയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പറയുകയാണ്. അവിടെ മിൻ അറഫാത്തിൻ എന്ന പദപ്രയോഗം ആ സ്ഥലത്തെക്കുറിച്ച് പറഞ്ഞതാണ്. നിങ്ങൾ നോക്കൂ, ചരിത്രം തന്നെ പരിശോധിച്ചാൽ വളരെ അപൂർവമായി മാത്രമേ നമുക്ക് കാണാൻ കഴിയുകയുള്ളൂ ഒരു സ്ഥലത്തിൻ്റെ പേര് ഒരു ദിവസത്തിനായി വന്നത്. ചരിത്രത്തിൽ വളരെ റയറാണ്. എന്നാൽ നിങ്ങൾ നോക്കൂ, അറഫ എന്ന സ്ഥലത്തിന് പ്രാധാന്യമുണ്ട്, അതിലേറെ യൗമു അറഫ എന്ന ആ ദിനത്തിനും പ്രാധാന്യമുണ്ട്. ചരിത്രകാരന്മാർ ഇതുമായി ബന്ധപ്പെട്ട് പല ചർച്ചകളും നടത്തുന്നുണ്ട്. എന്തുകൊണ്ടാണ് അറഫക്ക് ആ പേര് ലഭിച്ചത്? മഹാനായ ഇമാം ഖുർത്തുബി അദ്ദേഹത്തിൻ്റെ തഫ്സീറിൽ ഇതുമായി ബന്ധപ്പെട്ട പല അഭിപ്രായങ്ങളും
അദ്ദേഹം രേഖപ്പെടുത്തുമ്പോൾ അദ്ദേഹം പറയുന്നത് 2-3 പ്രധാനമായ അഭിപ്രായങ്ങളാണ്. ഒന്നാമത്തെ അഭിപ്രായം അന്നന്നാസ യതആറഫൂന ഫീഹി, ജനങ്ങൾ അറഫയിലെത്തുന്നു. ലോകത്തിൻ്റെ ദിക്കുകളിൽ നിന്ന്, നാനാ ദിക്കുകളിൽ നിന്ന് ഹജ്ജ് ചെയ്യാൻ വേണ്ടി, മഹത്വപൂർണമായ കർമ്മം നിർവഹിക്കാൻ വേണ്ടി ഹാജിമാർ അറഫയിലെത്തുമ്പോൾ ആ അറഫയിൽ അവർ പരസ്പരം അറിയുകയും മനസ്സിലാക്കുകയും പരിചയപ്പെടുകയും ചെയ്യുന്നു എന്നതുകൊണ്ടാണ് ആ സ്ഥലത്തിന് അറഫ എന്ന പേര് കിട്ടിയത് എന്ന ഒരഭിപ്രായം. രണ്ടാമത്തെ ഒരഭിപ്രായം, നമുക്കറിയാം ഹജ്ജ് എന്ന മഹനീയമായ കർമ്മം ലോകത്തോട് വിളംബരം ചെയ്തത് ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹിസ്സലാമാണ്. ആ കുടുംബത്തിൻ്റെ ത്യാഗോജ്വലമായ സ്മരണകൾ അയവിറക്കിക്കൊണ്ടിരിക്കുന്ന നാളുകളിലൂടെയാണല്ലോ നമ്മൾ കടന്നു പോകുന്നത്. മഹാനായ ഇബ്രാഹിം അലൈഹിസ്സലാമും ഇസ്മായിൽ അലൈഹിസ്സലാമും കഅബയുടെ പണി പൂർത്തീകരിച്ച് അറഫയിൽ നിൽക്കുമ്പോഴാണ് മഹാനായ ജിബ്രീൽ അലൈഹിസ്സലാമിനെ അള്ളാഹു അയക്കുന്നത് ഹജ്ജിൻ്റെ കർമ്മങ്ങൾ ഓരോന്ന് പഠിപ്പിക്കാൻ. അങ്ങനെ ജിബ്രീൽ ഓരോ കർമ്മങ്ങളും പഠിപ്പിച്ചു കൊണ്ടിരിക്കുമ്പോൾ നിനക്ക് മനസ്സിലായോ, ആ അറഫ്ത നിനക്ക് മനസ്സിലായോ എന്ന് ചോദിക്കുമ്പോൾ ഇബ്രാഹിം അലൈഹിസ്സലാം പറഞ്ഞു അറഫ്തു, എനിക്ക് മനസ്സിലായി, ഞാൻ മനസ്സിലാക്കി എന്ന് പറഞ്ഞു. അതിൽ നിന്നാണ് അറഫ എന്ന പേര് കിട്ടിയത് എന്ന് മറ്റൊരഭിപ്രായം. മൂന്നാമതൊരഭിപ്രായം ചരിത്രകാരന്മാർ പറയുന്നത് അബൂന അബുൽ ബഷർ ആദം അലൈഹിസ്സലാം, നമ്മുടെ ആദ്യ പിതാവ്, ഒന്നാമത്തെ നബി ആദം നബി അലൈഹിസ്സലാം സ്വർഗത്തിൽ നിന്ന് പുറത്താക്കപ്പെട്ട് ഭൂമിയിലെത്തി. ഹവ്വാവുമുണ്ട് അല്ലേ ഭൂമിയിൽ. അങ്ങനെ അവർ ആദ്യമായി കണ്ടുമുട്ടിയതും പരസ്പരം തിരിച്ചറിഞ്ഞതും അറഫയിൽ വെച്ചാണ് എന്നതാണ് മറ്റൊരു ചരിത്ര ഭാഷ്യം. ഈ നിലക്കുള്ള വിശദീകരണങ്ങളൊക്കെ ഇതുമായി ബന്ധപ്പെട്ട് കിടക്കുന്നു. ഏതാണെങ്കിലും മുസ്ലിമീങ്ങളായ നമ്മെ സംബന്ധിച്ചിടത്തോളം യൗമു അറഫ എന്ന് പറയുന്നത് അതീവ പ്രാധാന്യമുള്ള, ഏറെ പ്രസക്തമായ ഒരു ദിനമാണ് എന്ന കാര്യത്തിൽ സംശയമില്ല. മഹാന്മാരായ പണ്ഡിതന്മാർ അറഫയുടെ പ്രത്യേകതകൾ എണ്ണിപ്പറഞ്ഞിട്ടുണ്ട്. അതിലേറ്റവും ഒന്നാമത്തെ പ്രത്യേകത ഹജ്ജിൻ്റെ പ്രധാനപ്പെട്ട ഒരു കർമ്മം അറഫയാണ്, അറഫയിൽ നിൽക്കലാണ്. അതുകൊണ്ട് തന്നെ ഹജ്ജ് എന്ന് പറയുന്നത് അൽ ഹജ്ജു അറഫ എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത്. ഹജ്ജ് എന്ന് പറഞ്ഞാൽ അറഫയാണ്, അറഫ അല്ലെങ്കിൽ ഹജ്ജില്ല. അപ്പോൾ അത്രയും മഹത്വം അതിനുണ്ട് എന്നതാണ്. രണ്ടാമതായി ഞാൻ നേരത്തെ സൂചിപ്പിച്ചു, അള്ളാഹുവിൻ്റെ ഈ അനുഗ്രഹ സമ്പൂർണമായ മതം പൂർത്തീകരിക്കപ്പെട്ട വിളംബരമുണ്ടായത് അറഫയിൽ വെച്ചാണ്. മൂന്നാമതായി മനസ്സിലാക്കേണ്ടത് അള്ളാഹു സുബ്ഹാനഹു വ തആല സത്യം ചെയ്ത ദിനമാണ് യൗമു അറഫ എന്നത്. നാലാമതായി മനസ്സിലാക്കേണ്ടത് അള്ളാഹു സുബ്ഹാനഹു വ തആല അറഫയിൽ ഒരുമിച്ചുകൂടി അവനിലേക്ക് കൈമലർത്തി പ്രാർത്ഥിച്ച് ആരാധനകളിൽ മുഴുകിക്കൊണ്ടിരിക്കുന്ന തൻ്റെ ദാസന്മാരെക്കുറിച്ച് മലക്കുകളോട് പെരുമ പറയുകയും അവരെക്കുറിച്ച് അഭിമാനം പറയുകയും എന്ന് പറഞ്ഞാൽ അവരെക്കുറിച്ച് പ്രശംസിച്ച് പറയുകയും ചെയ്യുമെന്ന് ഹദീസുകളിൽ നമുക്ക് കാണാൻ കഴിയും. അഞ്ചാമതായി നമ്മൾ മനസ്സിലാക്കേണ്ടത് അറഫാ ദിനത്തിലാണ് ഏറ്റവും കൂടുതൽ അള്ളാഹു തൻ്റെ ദാസന്മാരെ നരകത്തിൽ നിന്ന് മോചിപ്പിക്കുന്നത് എന്നാണ്. നരകത്തിൽ പോകാൻ മാത്രം തെറ്റ് ചെയ്ത നരകത്തിൻ്റെ അവകാശികളായി മാറിയ ആളുകളെ സ്വർഗത്തിൻ്റെ അവകാശികളാക്കി മാറ്റുന്നത് അറഫാ ദിനത്തിലാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. ആറാമതായി മനസ്സിലാക്കേണ്ടത് ശൈത്വാൻ, മനുഷ്യൻ്റെ ജന്മശത്രുവായ പിശാച്, അവൻ നിസ്സാരവൽക്കരിക്കപ്പെടുകയും നിന്ദിക്കപ്പെടുകയും ചെയ്യുന്ന ദിവസം അറഫാ ദിനമാണ്. ഏഴാമതായി മനസ്സിലാക്കേണ്ടത് ആദമിൻ്റെ മുഴുവൻ സന്തതികളിൽ നിന്നും, മുഴുവൻ മനുഷ്യരിൽ നിന്നും അള്ളാഹു ഒരു കരാർ വാങ്ങിയിട്ടുണ്ട്. ആത്മീയ ലോകത്ത് വെച്ചുള്ള കരാറായിരുന്നു അത്. എന്തായിരുന്നു ആ കരാറ്? അള്ളാഹ് ചോദിച്ചു മനുഷ്യരോട്, അലസ്തു ബി റബ്ബിക്കും, ഞാൻ നിങ്ങളുടെ റബ്ബല്ലയോ? ഖാലു, അവരെല്ലാവരും ഒന്നിച്ചു പറഞ്ഞു, ബലാ, അതെ, നീ തന്നെയാണ് ഞങ്ങളുടെ റബ്ബ് എന്ന ആ കരാറ് മനുഷ്യരിൽ നിന്ന് വാങ്ങിയത് ഒരു അറഫാ ദിനത്തിലായിരുന്നുവെന്ന് നമുക്ക് പ്രമാണങ്ങളിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയും. ഇങ്ങനെ ധാരാളം പ്രത്യേകതകളുള്ള അറഫാ ദിനത്തിലെ നോമ്പ്, അതുമായി ബന്ധപ്പെട്ട ദുൽഹിജ്ജ 9 നാം എടുക്കുന്ന നോമ്പ്, അത് 2 വർഷത്തെ പാപങ്ങൾക്കുള്ള പരിഹാരമാണ്. യുകഫിറു സനത്തൽ മാലിയ വൽ ബാക്കിയ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിരിക്കുന്നു. അപ്പോൾ സഹോദരങ്ങളെ, അത്രയും മഹത്വപൂർണമായ ഒരു ദിനമാണ് അറഫാ ദിനം എന്ന് പറയുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിൽ അവിടുത്തെ അറഫാ ദിനത്തിൽ, അതല്ലെങ്കിൽ അവിടുന്ന് ഹജ്ജ് നിർവഹിച്ചപ്പോൾ അറഫാ ദിനത്തിൽ അവിടുന്ന് ലോകത്തോട് നടത്തിയ ഒരു പ്രസംഗമുണ്ട്. അറഫാ ദിനം ഓരോ വർഷവും കടന്നു വരുമ്പോൾ പ്രവാചകൻ്റെ പ്രോജ്വലമായ ഉന്നതമായ സന്ദേശം ലോകത്തിന് കൈമാറുന്ന ആ അറഫാ ഖുത്ബ, അതല്ലെങ്കിൽ ഖുത്ബത്തുൽ വദാ എന്ന പേരിൽ അറിയപ്പെടുന്ന ആ ഖുത്ബ നമ്മളിങ്ങനെ ഓർക്കുകയാണ്. നോക്കൂ നിങ്ങൾ, ഇന്ന് ലോകം നിങ്ങൾ നോക്കൂ, വംശവെറിയുടെയും വിദ്വേഷത്തിൻ്റെയും വിഭാഗീയതയുടെയും ഒക്കെ വിത്ത് പാകുകയും
രാഷ്ട്രീയം പോലും വിഭാഗീയതക്കും വംശവെറുക്കുമൊക്കെ ഉപയോഗപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന അങ്ങനെ ചില ആളുകളൊക്കെ അപരവൽക്കരിക്കാനും വിദ്വേഷം വിതക്കാനുമൊക്കെ ജനങ്ങൾ ശ്രമിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇന്നിൻ്റെ കാലഘട്ടത്തിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അറഫയിൽ വെച്ച് നടത്തിയ മനുഷ്യാവകാശ പ്രഖ്യാപനം, ലോകത്തെ ഒന്നാമത്തെ മനുഷ്യാവകാശ പ്രഖ്യാപനം, അത് മുസ്ലിമീങ്ങൾ മാത്രമല്ല അമുസ്ലിമീങ്ങളും എല്ലാവരും വായിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യേണ്ട ചില വചനങ്ങളായിരുന്നു, അതല്ലെങ്കിൽ ചില വാക്കുകളായിരുന്നു. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അറഫയിൽ വെച്ച് നടത്തിയ പ്രസംഗം, ആ പ്രസംഗം ഇന്ന് തങ്കലിപികളാൽ ഉല്ലേഖനം ചെയ്യപ്പെട്ടിരിക്കുകയാണ്. അതിൻ്റെ ചില പ്രസക്തമായ കാര്യങ്ങൾ നിങ്ങളെ ഈ സന്ദർഭത്തിൽ ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. ഇസ്ലാമിൻ്റെ ജീവിത വീക്ഷണത്തിൻ്റെ മാർഗരേഖയാണ് പ്രവാചകൻ നടത്തിയ ആ പ്രഭാഷണം. അവിടുന്ന് അള്ളാഹുവിനെ സ്തുതിച്ചു, അവനെ പുകഴ്ത്തി തനാ ചെയ്തു. എന്നിട്ട് അവിടുന്ന് പ്രസംഗം ആരംഭിച്ചു. അയ്യുഹന്നാസ്, ജനങ്ങളെ, ഇസ്മഉ ഖൗലി, നിങ്ങൾ എൻ്റെ വാക്കുകൾ ശ്രദ്ധിച്ച് കേൾക്കണേ ജനങ്ങളെ. സർവ്വജനങ്ങളെയും വിളിക്കുകയാണ്. എന്നിട്ട് ഫഇന്നി ലാ അദ്രി ലഅല്ലി ലാ അൽഖാകും ബഅദ യൗമി ഹാദാ ഫി ഹാദൽ മൗഖിഫി അബദാ. എനിക്കൊരിക്കലും പറയാൻ കഴിയില്ല അടുത്ത വർഷം ഇതേ സ്ഥാനത്ത് ഇങ്ങനെ നിന്ന് നിങ്ങളോട് സംസാരിക്കാൻ എനിക്ക് സാധിക്കുമോ എന്ന് എനിക്ക് പറയാൻ കഴിയില്ല. കാരണം ഒരുപക്ഷെ അടുത്ത വർഷം ഇതേ സ്ഥാനത്ത് വെച്ച് നിങ്ങളെ ഞാൻ കണ്ടുമുട്ടാതിരുന്നേക്കാം എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാൻ. അവിടുത്തെ വിയോഗത്തിൻ്റെ സൂചനയായിരുന്നു അത്. അത് കേട്ടപ്പോൾ തന്നെ ജീവനേക്കാൾ തങ്ങളുടെ പ്രവാചകനെ സ്നേഹിച്ച അനുചരന്മാരുടെ മനസ്സുകളിൽ ഏറെ വേദനയുണ്ടായി എന്ന കാര്യം പ്രത്യേകിച്ച് പറയേണ്ടതില്ലല്ലോ. അവിടുത്തെ വിയോഗത്തിൻ്റെ സൂചനയായിരുന്നു. അതുകൊണ്ട് ഹജ്ജിൻ്റെ ഓരോ കർമ്മങ്ങളും എന്നിൽ നിന്ന് വളരെ വ്യക്തമായ നിലക്ക്, കൃത്യമായ നിലക്ക് നിങ്ങൾ പഠിക്കണമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്. എന്നിട്ട് അവിടുന്ന് പറഞ്ഞു തുടങ്ങുന്നത് ഇങ്ങനെയാണ്. അയ്യുഹന്നാസ്, ജനങ്ങളെ, ഇന്ന ജിമാഅക്കും വ അംവാലക്കും വ അഅറാലക്കും ഹറാമുൻ ഇലാ യൗമി തൽഖൗന റബ്ബക്കും കഹുർമതി യൗമിക്കും ഹാദാ ഫീ ഷഹരിക്കും ഹാദാ ഫീ ബലദിക്കും ഹാദാ. ഓ ജനങ്ങളെ, നിങ്ങളുടെ ബ്ലഡ്, നിങ്ങളുടെ രക്തം, നിങ്ങളുടെ അഭിമാനം, നിങ്ങളുടെ സമ്പത്ത് നിങ്ങളുടെ റബ്ബിനെ കണ്ടുമുട്ടുന്നത് വരെ ഈ ദിവസത്തിൻ്റെ പവിത്രത പോലെ, ഈ മാസത്തിൻ്റെ പവിത്രത പോലെ, ഈ രാജ്യത്തിൻ്റെ പവിത്രത പോലെ പരസ്പരം പവിത്രമാണ്. അതൊരിക്കലും നിങ്ങൾ രക്തം ചിന്തുകയോ അന്യൻ്റെ സമ്പത്ത് അന്യായമായി നേടുകയോ അന്യൻ്റെ അഭിമാനം പിച്ചു ചീന്തുകയോ ചെയ്യരുത് എന്ന് ലോകത്തോട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രഖ്യാപിക്കുകയാണ്. മനുഷ്യൻ്റെ ജീവൻ എന്നൊരു വിലയില്ലാത്ത കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. പ്രവാചകൻ്റെ ഈ അധ്യാപനം എത്ര പ്രസക്തമാണ്. നിസാര കാര്യങ്ങൾക്ക് വേണ്ടി പോലും മനുഷ്യൻ്റെ രക്തം ചിന്തിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിച്ചു കൊണ്ടിരിക്കുന്നത്. മനുഷ്യൻ്റെ അഭിമാനം പിച്ചു ചീന്തപ്പെടുകയാണ്. പ്രത്യേകിച്ച് ഈ നവമാധ്യമങ്ങൾ പ്രചരിച്ച കാലഘട്ടത്തിൽ അപവാദ പ്രചരണങ്ങളും അന്യൻ്റെ അഭിമാനം അതിന് യാതൊരു വിലയും കൽപ്പിക്കാത്ത ഒരു കാലഘട്ടം അല്ലേ? സാമ്പത്തിക മേഖലയിൽ ക്രമക്കേടുകളും കൊള്ളയും കരിഞ്ചന്തയും, അന്യൻ്റെ സഹോദരൻ്റെ ധനം ഏത് വിധേനയും കരസ്ഥമാക്കാൻ അവിടെ ഹക്കും ബാത്തുലുമില്ലാതെ അന്യൻ്റെ ധനം കൊള്ളയടിക്കാൻ യാതൊരു മാനസിക പ്രയാസവുമില്ലാത്ത സാമ്പത്തികമായ സർവ്വവിധ ചൂഷണങ്ങളും തിമിർത്താടിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയാണ്, നിങ്ങളുടെ രക്തം, അഭിമാനം, അതേപോലെ സമ്പത്ത് പവിത്രമാണ്. ഈ ദിവസത്തിൻ്റെ, ഈ മാസത്തിൻ്റെ, ഈ രാജ്യത്തിൻ്റെ, കഅബയുടെ പവിത്രത പോലെ ഏറ്റവും വലിയ പവിത്രമാണത് എന്ന് തുടർന്നങ്ങോട്ട് പറഞ്ഞ വാചകങ്ങളെല്ലാം വളരെ അമൂല്യമായിരുന്നു. വഇന്നക്കും സതൽഖൗന റബ്ബക്കും ഫയസ്അലുക്കും അൻ അഅമാലിക്കും. ജനങ്ങളെ, നിങ്ങൾ നിങ്ങളുടെ റബ്ബിനെ കണ്ടുമുട്ടും. നിങ്ങളുടെ ഓരോ അമലുകളെക്കുറിച്ചും പ്രവർത്തനങ്ങളെക്കുറിച്ചും ചോദ്യം ചെയ്യപ്പെടും. ഈ ലോകമല്ല യഥാർത്ഥ ലോകം, മടങ്ങിപ്പോകാനൊരു ലോകമുണ്ട്, അതിനെക്കുറിച്ച് ഓർക്കണം. ഫമൻ കാന ഇൻദഹു അമാനത്തുൻ ഫൽയുഅദ്ദിഹാ. ആരുടെയെങ്കിലും കയ്യിൽ ആരെങ്കിലും വിശ്വാസപൂർവ്വം വല്ലതും ഏൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ അത് തിരിച്ചേൽപ്പിക്കണം. നോക്കൂ നിങ്ങൾ പ്രവാചകൻ്റെ ഉപദേശങ്ങൾ. ഇന്ന് നോക്കൂ നിങ്ങൾ, വഞ്ചനയാണ് ഇന്ന് നമ്മൾ കാണുന്നത്. വിശ്വാസപൂർവ്വം ഒരാളെ ഒന്നും ഏൽപ്പിക്കാൻ പറ്റാത്ത കാലഘട്ടത്തിലാണ്. ചതിയും വഞ്ചനയും അധികരിച്ച കാലഘട്ടമാണ്. ആർക്കും ആരെയും വിശ്വസിക്കാൻ കഴിയാത്ത വഞ്ചനയുടെ കാലഘട്ടത്തിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ പ്രവാചകൻ പറയുകയാണ്, ഏൽപ്പിക്കപ്പെട്ട അമാനത്ത് അത് കൃത്യമായി അതിൻ്റെ അവകാശികൾക്ക് തന്നെ നിങ്ങൾ നൽകണം. അതിന് കണക്ക് പറയേണ്ടി വരും. കഴിഞ്ഞില്ല. വഇന്ന കുല്ല റിബൻ മൗദൂഅൻ. എല്ലാ പലിശയും ഞാനിതാ ഇവിടെ ക്യാൻസൽ ചെയ്തിരിക്കുകയാണ്. ഇന്ന് ലോകത്തിൻ്റെ സാമ്പത്തിക വ്യവസ്ഥയുടെ അടിത്തറ തന്നെ പലിശയാണ്. പലിശ എന്ന ചൂഷണം അല്ലേ? പലിശ മൂലം കഷ്ടപ്പെടുന്നവർ, പലിശ എന്ന ആ നീരാളിയുടെ കരാളഹസ്തങ്ങളിൽ അകപ്പെട്ട് കിടപ്പാടം പോലും നഷ്ടപ്പെട്ട സാധുക്കൾ ഇന്ന് ലോകത്ത് നമുക്ക് കാണാൻ കഴിയും അല്ലേ?
എല്ലാ മേഖലയിലും പലിശ വ്യാപകമായിരിക്കുകയാണ്. ഈ കടുത്ത ചൂഷണത്തിനെതിരെ വലക്കും റൂസു അംവാലിക്കും, നിങ്ങൾ കൊടുത്ത ധനം അതിൻ്റെ മൂലധനം നിങ്ങൾക്ക് വാങ്ങാമെന്നല്ലാതെ ഒരു പലിശയും ആരും വാങ്ങരുത് എന്ന് വിശ്വാസി സമൂഹത്തോട് പ്രവാചകൻ പഠിപ്പിച്ചു. എന്നിട്ട് അവിടുന്ന് ആദ്യമായി കിട്ടാനുള്ള പലിശ തൻ്റെ കുടുംബത്തിലുള്ള ആളുകളുടെ പലിശ തന്നെ ക്യാൻസൽ ചെയ്ത് പ്രവാചകൻ മാതൃക കാണിച്ചു. എൻ്റെ പിതൃവ്യനായ അബ്ബാസ് ബിൻ അബ്ദുൽ മുത്തലിബിൻ്റെ പലിശയാണ് ഞാൻ ആദ്യമായി ക്യാൻസൽ ചെയ്തിരിക്കുന്നത് എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. പ്രവാചകൻ്റെ കുടുംബത്തിൽ നിന്ന് തന്നെ പലിശ വിട്ടുകൊടുത്ത് ലോകത്തിന് മാതൃക കാണിക്കുകയാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത്. അതേപോലെ തന്നെ അവിടുന്ന് പറഞ്ഞു, ഇന്ന കുല്ല ദമിൻ കാന ഫിൽ ജാഹിലിയത്തി മൗദൂഉൻ, അതേ ജാഹ്ലിയ കാലഘട്ടത്തിൽ ജനങ്ങൾ പരസ്പരം നിസാര കാര്യങ്ങൾക്ക് വേണ്ടി പോരടിക്കുന്ന കാലഘട്ടമായിരുന്നു. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇനി പരസ്പരം അന്ന് രക്തം ചിന്തിയ അതല്ലെങ്കിൽ കൊലക്ക് പകരമുള്ള കൊല ഇനി വേണ്ട, അതെല്ലാം ക്യാൻസൽ ചെയ്തിരിക്കുന്നു. ഇസ്ലാമിൻ്റെ സുന്ദരമായ നിയമം ഇവിടെ പഠിപ്പിക്കപ്പെട്ടിരിക്കുന്നു. ഇനി ആ വിവരമില്ലാത്ത കാലഘട്ടത്തിൽ ആരെങ്കിലും കൊല ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന് പകരം ചെയ്യരുത്, വിട്ടുകൊടുക്കണമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. യാ അയ്യുഹന്നാസ്, ജനങ്ങളെ, ഫഇന്ന ശൈത്വാന ഖദ് യഇസ അൻ യുഅബദ ബിഅർളിക്കും, നിങ്ങളുടെ ഈ നാട്ടിൽ വെച്ച് അവനെ ആരാധിക്കപ്പെടുന്നതിൽ നിന്ന് അവൻ നിരാശനായി കഴിഞ്ഞിരിക്കുകയാണ് പിശാച്. ഇനി മറ്റുള്ള തെറ്റുകൾ ചെയ്തുകൊണ്ട് നിങ്ങൾ ഒരിക്കലും പിശാചിനെ സന്തോഷിപ്പിക്കരുത് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. മാത്രമല്ല അവിടുന്ന് പറഞ്ഞു, ജനങ്ങളെ, ഇന്ന റബ്ബക്കും വാഹിദ്, നിങ്ങളുടെ റബ്ബ് ഒരുവനാണ്. എല്ലാവരുടെയും റബ്ബ് ഒരേ ഒരു റബ്ബ് മാത്രമാണ്. വ ഇന്ന അബാക്കും വാഹിദ്, നിങ്ങളുടെ വാപ്പ അത് ഒരേ ഒരു വാപ്പയാണ്. ആദമിൽ നിന്നാണ് നിങ്ങളെല്ലാം ഉണ്ടായിട്ടുള്ളത്, ആദം മണ്ണിൽ നിന്നുമാണ്. അതുകൊണ്ട് ഒന്നിൻ്റെ പേരിലും അഹങ്കരിക്കുകയും വൈജാത്യം പുലർത്തുകയും ചെയ്യരുത്. കറുത്തവന് വെളുത്തവനേക്കാളോ വെളുത്തവന് കറുത്തവനേക്കാളോ ഒരു വ്യത്യാസവുമില്ല. അതേപോലെ ദേശത്തിൻ്റെ പേരിലോ ഭാഷയുടെ പേരിലോ നിങ്ങൾ വൈജാത്യമോ ദുരഭിമാനമോ പുലർത്തേണ്ടതില്ല. മറിച്ച് നിങ്ങളിൽ ഏറ്റവും ആദരിക്കപ്പെടുന്നവൻ ഈ ലോകത്തിൻ്റെ സൃഷ്ടാവായ റബ്ബിനെ സൂക്ഷിച്ച് ജീവിക്കുന്നവൻ മാത്രമാണ് എന്ന മഹിതമായ സന്ദേശം ജനങ്ങൾക്കിടയിലുള്ള എല്ലാ വിഭാഗീയതകളെയും അറുത്തുമാറ്റി ഉത്തമമായ ഐക്യത്തിൻ്റെ സന്ദേശമാണ് അറഫ ഖുത്ബയിലൂടെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ലോകത്തിന് കൈമാറിയത്. ഓർക്കേണ്ട ഒരു ഖുത്ബ തന്നെയാണത്. സ്ത്രീകളുടെ കാര്യം പോലും മറന്നില്ല. സ്ത്രീകളുടെ കാര്യത്തിൽ ഞാനിതാ നിങ്ങളോട് നന്മ ഉപദേശിക്കുകയാണ്. അലാ വ ഇന്ന ലക്കും അലാ നിസായിക്കും ഹഖ്ഖ വലിനിസായിക്കും അലൈക്കും ഹഖ്ഖ, നിങ്ങൾക്ക് നിങ്ങളുടെ ഭാര്യമാരോട് ബാധ്യതയുണ്ട്, ഭാര്യമാർക്ക് നിങ്ങളോടും ബാധ്യതയുണ്ട്. ഏറ്റവും നല്ല രൂപത്തിൽ നിങ്ങൾ അവരോട് സഹവസിക്കണം, അവരുടെ അവകാശങ്ങൾ നിങ്ങൾ കൊടുത്തു വീട്ടണം, മാന്യമായി വസ്ത്രവും ഭക്ഷണവും അവർക്ക് നൽകണം. നോക്കൂ നിങ്ങൾ, സ്ത്രീ സമൂഹത്തെ എത്രത്തോളം പരിഗണിച്ചു. അവിടുത്തെ അവസാനത്തെ പ്രസംഗത്തിൽ പോലും സ്ത്രീ സമൂഹം സമൂഹത്തിൻ്റെ പാതിയാണ്, പുരുഷൻ്റെ പകുതിയാണ്. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഭാഗമാണ് സമൂഹത്തിൽ അവർക്കുള്ള അവകാശങ്ങൾ, ഭാര്യയ്ക്കുള്ള കടമകൾ എല്ലാം കൃത്യമായി പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു. അങ്ങനെ അവസാനം പറഞ്ഞു, വ അൻതും തസ്അലൂന അന്നി ഫമാ അൻതും ഖായിലൂൻ, നിങ്ങളോട് നാളെ എന്നെക്കുറിച്ച് ചോദിക്കപ്പെടും, നിങ്ങൾ എന്താണ് അള്ളാഹുവിനോട് അതിനെ സംബന്ധിച്ച് മറുപടി പറയാം. ഖാലു, അവർ പറഞ്ഞു, നഷ്ഹദു അന്നക ഖദ് ബല്ലഗത വ അദ്ദൈത വ നസഹ്ത, ഞങ്ങൾ സാക്ഷി നിൽക്കുന്നു, താങ്കളുടെ ഉത്തരവാദിത്വം താങ്കൾ നിർവഹിക്കുകയും താങ്കൾ ഗുണകാംക്ഷയോടെ ഞങ്ങളെ ഉപദേശിക്കുകയും ചെയ്തിരിക്കുന്നു എന്നതിൽ ഞങ്ങളിതാ സാക്ഷി നിൽക്കുകയാണ്. സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അല്ലാഹുമ്മ അഷ്ഹദ്, അല്ലാഹുവേ നീ സാക്ഷി, ഫല്യുബല്ലിഗു ഷാഹിദു മിൻകുമുൽ ഗായിബ്, നിങ്ങളിൽ ഹാജറില്ലാത്തവർക്ക് ഇവിടെ ഹാജറുള്ളവർ ഈ മഹിതമായ സന്ദേശം എത്തിച്ചു കൊടുക്കണമെന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചു. ആ അനുചരന്മാർ ലോകത്തിൻ്റെ പല ദിക്കുകളിലേക്ക് കടന്നുപോയി ഈ സത്യദീനിൻ്റെ പ്രബോധനം നിർവഹിച്ചതുകൊണ്ടാണ് ഇന്ന് ലോകത്ത് ഈ സുന്ദരമായ ആശയം, ഈ ഇസ്ലാം പ്രചരിച്ചത് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ അറഫ ഖുത്ബ, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അറഫയിൽ നിർവഹിച്ച ഈ പ്രസംഗം, അത് മുസ്ലിം എന്ന നിലക്ക്, ആത്മീയമായ നിലക്ക് മുസ്ലിമീങ്ങൾക്ക് ഏറെ പ്രസക്തമാണ്. ബൗദ്ധികമായ നിലക്കും അത് പ്രസക്തമാണ്. ഒരു മുസ്ലിം എന്ന നിലക്ക് അതിൽ നമുക്ക് ഉൾക്കൊള്ളാൻ ഒരുപാട് കാര്യങ്ങളുണ്ട് എന്ന് മാത്രമല്ല, ഒരു മനുഷ്യൻ എന്ന നിലക്ക് ആ പ്രസംഗം ഇന്ന് ലോകത്ത് ഏറെ പ്രസക്തമാണ്. പ്രത്യേകിച്ച് ഇന്നത്തെ കാലഘട്ടത്തിൽ വംശീയതയും വിദ്വേഷവും അതേപോലെ വിദ്വേഷ രാഷ്ട്രീയവും അപരവൽക്കരണവുമൊക്കെ ഇന്ന് ലോകത്ത് അത് ആളിക്കത്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ പ്രവാചകൻ്റെ ഈ വാക്കുകൾക്ക് ഏറെ പ്രസക്തിയുണ്ട് എന്ന് ഈ സന്ദർഭത്തിൽ ഓർമ്മപ്പെടുത്തുകയാണ്. സത്യമായി മനസ്സിലാക്കാനും അതനുസരിച്ച് ജീവിക്കാനും നമുക്കെല്ലാവർക്കും അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.